ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൈക്കാട് ഗവൺമെന്റ് മോഡൽ HSLPSലാണ്. അപ്പോൾ പാഠനാലിനെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ക്യൂട്ട് എപ്പിസോഡിലേക്കായിരിക്കും. കാരണം പാഠനാൾ ഇതുവരെയും ഒരു LP സ്കൂളിലേക്ക് ഷൂട്ടിനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ കുഞ്ഞു കുട്ടികളാണുള്ളത്, പക്ഷെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്കൂളാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, അവർ നന്നായി സംസാരിക്കുന്നവരാണ്. പോവാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഹലോ പറഞ്ഞേ. നിങ്ങളുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്കൂളാണ്. കാര്യം എന്താ? നിങ്ങൾക്ക് കുറെ കൃഷിത്തോട്ടം ഉണ്ടല്ലേ, നിങ്ങളുടെ ബാങ്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. ആദ്യം ആരാ എന്നോട് സംസാരിക്കുക? കൈ പൊക്കിക്കേ. ഇപ്പൊ ഇവിടെ ഒരാൾ കൈ പൊക്കിയിട്ടുണ്ട്. എന്റെ പേര് റൂമി ഗസൽ, ഞാൻ 3A പഠിക്കുന്നു. നല്ല പേരാണ്, റൂമി ഗസൽ. കേട്ടോ? അപ്പൊ റൂമി സംസാരിക്കാൻ പോകുന്ന എന്തിനെ കുറിച്ചാ? കൃഷിത്തോട്ടത്തെ കുറിച്ച്. ഞങ്ങളുടെ സ്കൂളിലെ കൃഷിത്തോട്ടത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പറഞ്ഞോളൂ. ഇവിടെ ഒരു നല്ല കൃഷിത്തോട്ടമുണ്ട്. അവിടെ ചീരയുണ്ട്, വെണ്ടയുണ്ട്, ഇഞ്ചിയുണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ക്യാബേജ് ഉണ്ട്, മുളകുണ്ട്, പപ്പായ ഉണ്ട്, ഇവയെല്ലാം ഉണ്ട്. ചീരയാണ് ഇന്നത്തെ തോരൻ. അതാണ് ഇവരുടെ സ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഇലക്കറി, അതായത് ഇവര് തന്നെ ഉണ്ടാക്കുന്ന, ഇവര് തന്നെ കൃഷി ചെയ്യുന്ന ഇലക്കറിയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് കൊടുക്കുന്നത്. അപ്പൊ അത്രയും ഭാഗ്യമുള്ള കുട്ടികളാണ്. ആരെ കൃഷി ചെയ്യുന്നേ? ഇവിടെ ആരാ ചെയ്യുന്നേ? അധ്യാപകരും പിന്നെയോ രക്ഷിതാക്കളും. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും. ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് കൃഷി ചെയ്യുന്നത്. റൂമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം എന്താ? എന്റെ വിഷയം പാട്ടുപാടാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മളൊരു പാട്ട് കേൾക്കാൻ പോവാണ്. ഗുഡ്, പാട്ടുപാടും. ഇമ്മരത്തോപ്പിലെ തൈമണിക്കാറ്റിന്റെ മർമരവാക്യത്തിനർത്ഥമെന്തോ, എന്നയൽക്കാരനിൽ നിന്ന് എന്നിലാം ഭിന്നനലെന്നങ്ങു നിന്നിതു വന്നുരൈപ്പൂ, മാനത്തു വട്ടത്തിൽ പാരുമീ പക്ഷിതൻ തേനൊലി ഗാനത്തിൻ സാരമെന്തോ, എന്നയൽ നാട്ടിൽ നിന്നെന്നാട് വേറെയല്ലെന്നത് രണ്ടും കണ്ടോതിടുന്നു, തന്തിരമാല തന്നൊച്ചയാലിയാഴി സന്തതമെന്തോന്ന് ഘോഷിക്കുന്നു, ഭൂഖണ്ഡമൊന്നിനൊന്നന്യമല്ലെന്നതീരാകവേ തൊട്ടറിഞ്ഞോതിടുന്നു. മതി മതി, അടിപൊളി അടിപൊളി അടിപൊളി. ഇവരുടെ സ്കൂളിൽ ഒരു ബാങ്ക് ഉണ്ട്. അങ്ങനെയാ ബാങ്കിന്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞേ. ഞങ്ങൾക്ക് നമ്മള് വലുതാകുമ്പോ ബാങ്കിനെ കുറിച്ച് അറിയാനുള്ളത് നമ്മൾ സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. കണ്ടോ, ഇതൊരു LP സ്കൂളാണ്. ഇപ്പൊ എത്ര പേർക്ക്, നിങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുന്ന എത്ര പേർക്കറിയാം ഒരു ബാങ്കിൽ പോയാൽ എങ്ങനെയൊക്കെയാണ് അവിടെ പൈസ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്, ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടത് ഒന്നും നമുക്ക് അറിയത്തില്ലാത്ത പലരും ഉണ്ടല്ലേ. പക്ഷേ ഈ മോഡൽ സ്കൂളിന്റെ പ്രത്യേകത അതാണ്, തൈക്കാട് LPSന്റെ പ്രത്യേകത അതാണ്. ഇവിടെ പഠിച്ചിറങ്ങുന്നവര് ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം, പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ തന്നെ കണ്ട് പഠിച്ചത് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ശരിക്കുള്ള പൈസയാണോ ഇടുന്നത്? അല്ല, നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് കളി നോട്ട്. ഇവർക്ക് കളി നോട്ടുണ്ട് അല്ലേ? ആ നോട്ട് ബാങ്കിലിടും. ആരാ മാനേജർ? ആരാ ബാങ്കിന്റെ? ഇമ്മയാണോ മാനേജർ? അപ്പൊ ഇമ്മയോട് ചോദിക്കാം, എന്തൊക്കെയാണ് നിങ്ങളുടെ ബാങ്ക്? എങ്ങനെയാ മാനേജർ ആയപ്പോ സന്തോഷായോ? വീട്ടിൽ പോയി പറഞ്ഞോ ഞാൻ മാനേജർ ആയി എന്ന്? പറയൂ. ഞങ്ങള് അവിടെ ഒരു ഫോം തരും. ഫോമൊക്കെ പൂരിപ്പിക്കുക, എന്നിട്ട് എന്റെ സൈനൊക്കെ ഇടാം. പിന്നെ നമുക്ക് മാത്സിലൊക്കെ നല്ലോണം മനസ്സിലാവും അത് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ബാങ്കിലെ പ്രവർത്തനങ്ങളും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വരുന്നവർക്ക് എങ്ങനെയാണ് പൈസ ഇടേണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ആണോ? മാനേജർ അടുത്ത് പരാതി വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ലേ? അപ്പൊ ഇനി ചിലപ്പോ അങ്ങോട്ട് പോകുമ്പോ പരാതികളൊക്കെ വരും. അതൊക്കെ സൗമ്യമായിട്ട് സോഫ്റ്റ് ആയിട്ട് പരിഹരിക്കോ? ആണോ? പറയൂ യോഗേഷ്, എന്തിനെ കുറിച്ചാ സംസാരിക്കുന്നത്? നമ്മുടെ സ്കൂളിലെ തബലേന് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ആണോ? ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇഷ്ടമാണോ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ? ഏതിലാണ് ഇഷ്ടം? മൃദംഗം. മൃദംഗം പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല. ഇല്ല. സ്കൂളിൽ അങ്ങനെ പഠിപ്പിക്കാറുണ്ടോ? ഇല്ല, പക്ഷെ ഇഷ്ടമാണല്ലേ? ഇനി പഠിക്കണമെന്നുണ്ട്. ആണോ? ഇടയ്ക്കൊക്കെ പോയി ഒന്ന് കൊട്ടി നോക്കാറുണ്ടോ? ഇല്ല. പിന്നെയോ വേറെന്താ? എന്തിനെ കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടം? ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കും. ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? കാണാറുണ്ടോ? ഏത് ടീമാണ്? ചെന്നൈ. ശരി ശരി. ഏറ്റവും ഇഷ്ടമുള്ള ക്രിക്കറ്റർ ആരാ? വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ്. ഓക്കെ, ശരി. ഇതവണ എന്തിനാ അമ്മ വഴക്ക് പറഞ്ഞ? ഇന്ന്
രാവിലെ നേരത്തെ എണീക്കാത്തതിന്. രാവിലെ നേരത്തെ എണീക്കാത്തതിന് ഇതളുടെ അമ്മ വഴക്കൊഞ്ഞു. ഇതൾ എത്ര മണിക്ക് എണീക്ക സ്കൂളിൽ വരാൻ വേണ്ടി? 8:30. 8:30ക്ക്. ഇന്ന് എത്ര മണിക്ക് എണീറ്റു? 8:30. 8:30. അപ്പൊ എണീക്കാൻ ഒരു മടി കാണിച്ചു രാവിലെ. നമുക്ക് എണീക്കാൻ ഇച്ചിരി പാടാ അല്ലേ? രാത്രി എത്ര മണിക്ക് ഉറങ്ങും? 10. ഇതളിന് ഏറ്റവും ഇഷ്ടം എന്താ? അമ്മയും അച്ഛനും ഇതിലും കൂടെ ഉള്ളപ്പോ എന്തൊക്കെ കാര്യങ്ങളാ സംസാരിക്കാറ്? ഞാൻ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ പറയും. എല്ലാ കാര്യം അമ്മയോട് പോയി പറയോ? എന്നിട്ട് അമ്മ ഇരുന്ന് കേക്കോ? ഇതല്ല കേക്കാറുണ്ടോ? അപ്പൊ നമ്മൾ എഴുന്നേക്കുന്ന കാര്യം പറഞ്ഞല്ലേ? രാവിലെ നേരത്തെ എഴുന്നേക്കണം, രാത്രി നേരത്തെ കിടക്കണം, അങ്ങനെയല്ലേ? ആണോ? എല്ലാരും ചെയ്യാറുണ്ടോ അങ്ങനെ? വായിക്കുന്നവർ എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്? നിങ്ങളുടെ സ്കൂളിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു വായന ഇടനാഴി ഉണ്ടല്ലേ? ആ, ലൈബ്രറി ഉണ്ട്. പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നവരുണ്ടോ? ഉണ്ട് അല്ലേ? ആ, നമുക്ക് ഇവിടെ പുസ്തകം എടുത്ത് വായിക്കുന്ന ഒരാളുണ്ട്, നമുക്ക് ചോദിക്കാം. അവന്തിക ഏത് പുസ്തകമൊക്കെ വായിക്കണേ? കഥകളാണോ? കഥകൾ വായിക്കും. ഏറ്റവും അവസാനം വായിച്ച കഥ ഏതാ? ജന്തുവിശേഷം. അതൊന്ന് കേട്ടാലോ? ജന്തുവിശേഷത്തിലെ കഥ കേട്ടാലോ? എഴുന്നേറ്റ് എന്ന് പറയുന്നോ? അതറിയില്ല. അറിയത്തില്ലേ? മറന്നുപോയോ? ആരാ ഒരു കഥ പറഞ്ഞു തരുക? ഒരു കുരങ്ങനും ഒരു മുയലിന്റെ കഥ ഞാൻ പറയാൻ പോകുന്നു. ശരി, ഒരു കുരങ്ങനും ഒരു മുയലും. ആ, കേക്കട്ടെ. പണ്ട് ഒരു ദിവസമാണെങ്കിൽ കുരങ്ങൻ മരത്തിൽ പോകുന്നിടത്ത് ഒരു മാവ് മരം കണ്ട്. അവിടെ നിന്ന് മാങ്ങ പറിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പം പെട്ടെന്ന് മാവ് പൊട്ടി വീഴുന്നു. നേരെ വീഴുന്നത് മുയലിന്റെ കൂട്ടിലായിരുന്നു. മുയലൊക്കെ അപ്പം പേടിച്ച് എല്ലായിടത്തും ഓടി കളഞ്ഞപ്പം അപ്പോൾ കുരങ്ങ് അവരെ ബാക്കേ ഓടി. പെട്ടെന്ന് ഒരു കുറുക്കനെ കണ്ടപ്പോൾ ഈ 2 മുയലും പേടിച്ച് കുരങ്ങിൻ്റെ അടുത്തോട്ട് ഓടി. അപ്പം ഈ കുരങ്ങനാണെങ്കിൽ മരത്തിൻ്റെ മണ്ടേ കയറ്റിയിരുത്തിയിട്ട് അത് പോണവരെ കാത്തു വെച്ചിട്ട് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞപ്പോൾ പോയി. പിന്നെ അവരിറക്കി, അവർക്ക് പുതിയ വീട് കെട്ടി അവരെ ജീവിച്ചു. കൊള്ളാലോ കഥ. സ്വന്തമായിട്ട് കഥ എഴുതുന്ന ആരൊക്കെയുണ്ട്? സ്വന്തമായിട്ട് കഥ എഴുതുന്ന ഇത് ദിവ്യയുടെ കഥയാണോ പറഞ്ഞത്? ആ, ഇത് സ്വന്തമായിട്ട് എഴുതിയ കഥയാണ് പറഞ്ഞത്. അതാണ് നമ്മൾ ഇതുവരെ ഒന്നും വായിച്ചിട്ടില്ലാത്ത കഥയാണ് കേട്ടത്. നിരഞ്ജന കഥ എഴുതുവോ? ആണോ? സ്വന്തമായിട്ട് കഥ എഴുതും. ഉണ്ടാക്കി എഴുതും. ആരെ കുറിച്ചാ കഥ എഴുതാറ്? പൂമ്പാറ്റത്തോട്ടത്തിനെ കുറിച്ച്. പൂമ്പാറ്റത്തോട്ടമോ? ആ, ശരി. പൂമ്പാറ്റകൾ വരുന്ന ഒരു പൂന്തോട്ടം, അതാണോ? ശരി, കഥ പറയൂ, കേക്കട്ടെ. ഒരു ദിവസം ഒരു വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഓക്കെ. അവിടെ നിറയെ പൂക്കൾ വരുമായിരുന്നു. അവിടെ നിറയെ പൂക്കളല്ല വരുന്നത്, പൂമ്പാറ്റകൾ വരുമായിരുന്നു. ആ, വരുമായിരുന്നു. പിന്നെയോ? അവിടെ നിന്നും പൂമ്പാറ്റകൾ തേനും കുടിക്കായിരുന്നു. ആ, തേൻ കുടിക്കായിരുന്നു. ആ, എന്നിട്ട് അങ്ങനെ എന്ന് പറഞ്ഞൊരു പൂമ്പാറ്റ പറഞ്ഞു, എന്ത് നല്ല മധുരമല്ലേ അമ്മു. ആ, അമ്മു വേറൊരു പൂമ്പാറ്റയാ. അമ്മു ഒരു തേനീച്ച വന്നപ്പോ ഒരു തേനീച്ചയ്ക്ക് കൊടുത്തു. അപ്പൊ തേനീച്ചയ്ക്ക് വളരെ അധികം സന്തോഷം. അപ്പൊ ഇനി ആരാ എന്നോട് സംസാരിക്കുന്നേ? മുകളിലായിട്ട് ഒരു ലൈബ്രറി ഇടനാഴിയുണ്ട്. അവിടെ കുറെ പുസ്തകങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് അലമാരയിലൊന്നും അല്ല വെച്ചേക്കുന്നത്, നമുക്ക് എടുക്കാൻ കണക്കിനാണ് അത് വെച്ചേക്കുന്നത്. ആ, അലമാരയിൽ പൂട്ടി വെക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പോയി എടുക്കാവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. പുസ്തക ഇടനാഴി. പിന്നെ എന്നിട്ടോ പോവാറുണ്ടോ അവിടെ? പിന്നെ നിങ്ങൾക്ക് ഇവിടെ പിറന്നാളിന് പുസ്തകങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അല്ലേ? ബർത്ത്ഡേക്ക് എന്താ പറയൂ അത്? എല്ലാ കുട്ടികളുടെ പിറന്നാളിനും ഇവര് പുസ്തകം കൊണ്ട് അവിടെ കൊടുക്കാറുണ്ട്. ആ, അപ്പൊ നമ്മുടെ ലൈബ്രറി വലുതാകും അല്ലേ? ഓരോരുത്തരുടെയും ബർത്ത്ഡേ കഴിയുമ്പോൾ നമ്മുടെ ലൈബ്രറി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. വായിക്കാറുണ്ടോ അതിഥി? ആണോ? എങ്ങനത്തെ പുസ്തകം വായിക്കാനാ ഇഷ്ടം? ചെറിയ ചെറിയ സ്റ്റോറീസ് അല്ലേ? എത്ര പുസ്തകം വായിച്ചു കാണും ഇപ്പോ? പുസ്തകം വായിച്ചിട്ട് തിരികെ കൊണ്ട് ഏൽപ്പിക്കണ്ടേ? അതോ അവിടെ നിന്നാണോ വായിക്കുന്ന? വീട്ടിൽ കൊണ്ടുപോകാറുണ്ടോ? അവിടെ നിന്ന് വായിക്കും. ആ, ഓക്കെ. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? സ്കൂളിലെ ഇലക്ഷൻ നടന്നിട്ട് ആരെ തെരഞ്ഞെടുത്തേ? ലീഡറിനെ അല്ലേ? നിങ്ങളുടെ സ്കൂൾ ലീഡർ തേജസ് ആണ്. അപ്പൊ തേജസിനോട് സംസാരിക്കാം. ഹലോ. ആ, ഇത്രയും പേരുടെ പ്രതിനിധിയാണ്. അപ്പൊ സ്കൂൾ ലീഡർ പവറാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇലക്ഷൻ? കൊള്ളാമായിരുന്നു. എത്ര പേരെ മത്സരിച്ചേ? ഞാന്, അതിഥി, അർജുൻ ചേട്ടൻ. അതിഥി പിന്നെ അർജുൻ ചേട്ടനോ? അർജുൻ ചേട്ടൻ. 3 കാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ എത്ര വോട്ട് കിട്ടി? 75 വോട്ട് കിട്ടിയോ? ഗംഭീരം. സ്കൂളിൽ എന്തൊക്കെ പരിപാടികളാണ്? ഡാൻസ്, സ്പോർട്സ്, പിന്നെ ചെസ്. ചെസ് പഠിപ്പിക്കുന്നുണ്ടല്ലേ? അതെങ്ങനെയാ? സ്കൂൾ സമയം കഴിഞ്ഞിട്ടാണോ ചെസ് പഠിപ്പിക്കുന്നത്? അല്ല, ബുധനാഴ്ച രാവിലെ ചെസ് പഠിപ്പിക്കും. പിന്നെയോ?
പിന്നെ നാടകം ഉണ്ടല്ലേ? നിങ്ങൾക്കൊരു ഓർഗാനിക് തിയേറ്റർ ഇവിടെ ഇല്ലേ? അല്ലേ? നിങ്ങളുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഇപ്പൊ 3ാം ക്ലാസ്സിലല്ലേ തേജസ്? നാടകത്തിലുണ്ടോ? ഉണ്ട്. ഇഷ്ടമാണോ അഭിനയിക്കാൻ? ആരാ പഠിപ്പിക്കുന്നേ? സുധീർ സാർ പഠിപ്പിക്കാറുണ്ടോ? സുധീർ സാർ പഠിപ്പിക്കാറുണ്ട്. എന്നിട്ടോ ആരായിട്ടാ വേഷം ഇട്ടേ? 2ാം ക്ലാസ്സില് ജനറൽ ഡയർ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വേഷം ഇട്ടിട്ട്? കൊള്ളാം. ഏറ്റവും ഇഷ്ടം എന്താ? എന്തിനെ കുറിച്ച് സംസാരിക്കാനാ ഇഷ്ടം? സ്പോർട്സ്. ഓക്കെ. നമ്മൾ തമ്മിൽ എന്താ ബന്ധം? എൻ്റെ അമ്മയാണ്. അപ്പൊ എന്റെ മകനാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പാഠനാലിനുണ്ട്. അപ്പൊ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ ഒരു നല്ല സ്റ്റുഡിയോ ഉണ്ട്. കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ ഷൂട്ട് ചെയ്യാനാണ് അത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഓക്കെ. അപ്പൊ സ്റ്റുഡിയോയിൽ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ടീച്ചർമാർ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന അവിടെ വെച്ചിട്ടായിരുന്നു അല്ലേ? വേറെ എന്തൊക്കെയാ ഇഷ്ടം? എന്തൊക്കെയാ ചെയ്യാറുള്ളത്? കഥ വായിക്കും, ഡയറി എഴുതും. ഡയറി എഴുതുന്ന എത്ര പേരുണ്ട്? നല്ല ശീലമാണ് ഡയറി എഴുത്ത്. എത്ര പേര് എഴുതും ഡയറി? ഡെയിലി ഡയറി എഴുതുവോ? എല്ലാരും എഴുതുവോ? വെരി ഗുഡ്. കൈ താത്തിയിട്ടോളൂ. ഇവരുടെ സ്കൂളിലെ മറ്റൊരു പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയറി എഴുത്ത് എന്ന് പറഞ്ഞത്. ഡയറി എഴുതിയിട്ട് 1ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടെ അതൊരു പുസ്തകമാക്കി. ഇന്ന് നിറയെ ആൾക്കാരൊക്കെ വന്നു. കണ്ടോ? വേറെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളാ. ഇന്ന് വേറെ ആൾക്കാരൊക്കെ സ്കൂളിൽ വന്നു. അപ്പൊ നമ്മൾ ഡയറി എഴുതി വെച്ച എന്താ ഗുണം? എപ്പോഴും ഇങ്ങനെ സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ? ഓരോ ദിവസവും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ എടുത്തൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറി. ചിലപ്പോ രസമായിരിക്കും. ഇപ്പം ഇതൾ എഴുതാണ് ഡയറിയിൽ. ഞാൻ ഇന്നലെ അമ്മയുടെ കൂടെ പുറത്തു പോയി, അപ്പൊ എനിക്ക് ഇന്ന സാധനം അമ്മ വാങ്ങി തന്നു. എഴുതി വെച്ചു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഇതിൽ വലുതായി, 10ാം ക്ലാസ്സിലൊക്കെ ആയി. ഇപ്പൊ ഈ ഡയറി എടുത്ത് വായിക്കുമ്പോ നല്ല രസമായിരിക്കും. പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡേറ്റ് ഇട്ട് ഓർമ്മ വരും അല്ലേ? അപ്പൊ ഡയറി എഴുതാത്തവർ ഇന്നു മുതൽ ഡയറി എഴുതുവോ? എല്ലാം എഴുതണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങൾ എഴുതി വെക്കണം. ആരാണ് ഒരു പാട്ട് പാടുന്നേ? കൂത്തു പറഞ്ഞു പണ്ടൊരു ചാക്യാർ കൂത്തമ്പലമതിലാളു നിറഞ്ഞു, പല പല കഥകൾ പാടിച്ചൊല്ലി ഫലിതമ്പലതും നീട്ടിച്ചൊല്ലി, കൂടെ കൂടെ മിഴാവിൽ കൊട്ടൻ കൂടി കൊച്ചൻ കുഞ്ചൻ നമ്പ്യ, സദ്യ കൊതിയൻ പാവം നമ്പ്യ, ഇത്തിരി എന്നൊരു റക്കം തൂങ്ങി. ഇവിടെ പാരൻസിന് വേണ്ടിയിട്ട് വൈകുന്നേരം വിളിക്കാൻ വരുമ്പം ചേട്ടനും അനിയനും എല്ലാം പാർക്കിൽ കളിക്കുമ്പോൾ പാരൻസിന് ബോറടിക്കാതിരിക്കാൻ അവിടെ പാരൻസിന് വേണ്ടി ഒരു ലൈബ്രറി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ അവിടെ നിന്ന് തന്നെ വായിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? പ്രിൻസിപ്പളിന്റെ റൂമിന്റെ അടുത്ത്. പിന്നെ ഇവിടുത്തെ അധ്യാപകർ ഫ്രണ്ടിൽ വരുമ്പോൾ വളരെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മരങ്ങളും ചെടികളും എല്ലാം വെച്ച് നന്നായിട്ട് പ്രകൃതിയെ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ സ്കൂളിലെ മറ്റൊരു പ്രത്യേകതയാണ്, അതിഥിയായിട്ട് വന്ന ഒരാളുണ്ട്. ജേജം വന്നത് മണിപ്പൂരിൽ നിന്നാണ്. നമുക്കറിയാം ആ സമയത്ത് അവിടെ കലാപം നടന്ന സമയത്ത് ജേജമിന്റെ ഒരു ഫാമിലി മെമ്പർ ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഇവിടേക്ക് വന്നു. ജേജമിന്റെ രക്ഷിതാക്കളൊക്കെ ആ സമയത്ത് മണിപ്പൂരിൽ തന്നെയായിരുന്നു. ജേജം ഇവിടെ വന്നിട്ട് ഇപ്പൊ കുട്ടികളായിട്ടൊക്കെ ഭയങ്കര ഇണക്കമായി. ഒരുപാട് ഫ്രണ്ട്സ് ജേജമിനുണ്ട്. വാട്ട് യു ഫീൽ? Fine. Very happy? You happy here? Yes. Who's your friend? Best friend? അതിഥി വരൂ. അതിഥിയും പിന്നെ ആരോ? മോളുടെ പേര് ഇമയ. അപ്പൊ നിങ്ങൾ 3 പേരോട് അവിടെ ഇരുന്ന്. ഇവര് 3 പേര് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിഥിയെ കൂടെ ഇരുത്തിക്കോ. കണ്ട പറയൂ അതിഥി, ജേജമിനെ കുറിച്ച് പറയൂ. ആദ്യം ജേജം വന്നപ്പോ എങ്ങനെയായിരുന്നു? ഇപ്പൊ എങ്ങനെയാണ്? ആദ്യം വന്നപ്പോ അവള് കരഞ്ഞിരുന്നു. ഇപ്പൊ നല്ല ഹാപ്പിയാണ് അവള്. ആണോ? ഭയങ്കര കരച്ചിലായിരുന്നു ആദ്യം വന്നപ്പോ? ആദ്യം വന്നപ്പോ ജസ്റ്റ് ഒന്ന് കരഞ്ഞു. ആദ്യം വന്നപ്പോ ഒരു ലാംഗ്വേജ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മാറിയോ? മലയാളം പഠിച്ചോ? ചെറുതായിട്ട്. എന്തെങ്കിലും മലയാളത്തിലൊന്ന് സംസാരിപ്പിച്ചേ. എന്തൊക്കെ കാര്യങ്ങളാ മലയാളത്തിൽ പഠിപ്പിച്ചു കൊടുത്തേക്കുന്നേ? ഫാദർ സൺ, അച്ഛൻ, മദർ, സിസ്റ്റർ, ബ്രദർ,
ചേട്ടാ. ഇതൊക്കെയാണ് ഇത് എപ്പോഴാ ഇത് പഠിപ്പിക്കുന്നേ? ഇത് ഗെയിമിലൂടെ ഒരു ഗെയിമിലൂടെ പഠിപ്പിച്ച കണ്ട. എങ്ങനെയായിരുന്നു നിങ്ങൾ കൂട്ടായത്? എങ്ങനെയായിരുന്നു? ഇങ്ങനെ മിണ്ടാതിരുന്നപ്പോ ജേജമ്മിനോട് പോയി സംസാരിച്ചോ? ക്ലാസ്സിലേക്ക് ആദ്യം വന്നപ്പോ അവള് എന്റെ അടുത്തൊക്കെ ഇരുന്ന് അങ്ങനെ നന്നായിട്ട് കളിച്ചു. അവരുടെ ഭാഷ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ടീച്ചർ ഒരു വാക്ക് പറഞ്ഞു. ടീച്ചർ ഏത് വാക്കാ പഠിപ്പിച്ചേ? ഐന നങ്കു മുൻഷി. വാട്ട് ഈസ് ദിസ് മീനിങ്? ഐ ലവ് യു. ഐ ലവ് യു. സൂപ്പർ. അപ്പൊ അത് ടീച്ചർ പഠിപ്പിച്ചാണല്ലേ? ആഹാ, അടിപൊളി. നിങ്ങളെ മൂന്നുപേരും കൂടെ ഒരു പാട്ട് പാടിയാലോ? അതിരില്ലാതെ പരന്നു കിടപ്പുണ്ടാകാശം, നീലാകാശം, അവിടെ പക്ഷി നടക്കേ പാടാൻ കവിയുന്നുണ്ടേ മോഹം. ഇല്ലാതെ പറക്കാനാമോ ചിന്താശൂചനയല്ലേ, ഗഗനനരത്തിൽ കയറിപ്പോകാൻ ഗതിയില്ലല്ലോ വേറെ. എന്നാൽ എൻ്റെ മനസ്സിനു ചെല്ലാം എല്ലാ ദിക്കിലുമൊപ്പം, ചിറകില്ലാതെ രഥമില്ലാതെ പാറാനെങ്ങനെയാകും. ആരു കൊടുത്തു ശക്തി മനസ്സിനു ദൂരം തരണം ചെയ്യുവാൻ, ആരു കൊടുത്തു ശക്തി മനസ്സിനു ദൂരം തരണം ചെയ്യുവാൻ. മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒന്ന് ജൈവകൃഷി മണ്ണിനെ കുട്ടികൾ അറിയുക എന്നുള്ളതാണ്. ആ ജൈവകൃഷി നടത്തുകയും ആ ജൈവകൃഷിയിലൂടെ കിട്ടുന്ന വിഭവങ്ങൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് പ്രീ പ്രൈമറി ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വന്നത് നമ്മുടെ വിദ്യാലയത്തിലാണ്. അതിൻ്റെ ഫലമായിട്ട് 52 കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് അത് 127 കുട്ടികളായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജൂൺ മുതൽ കൃഷി ആരംഭിച്ചപ്പോൾ പല വിധത്തിലുള്ള ചീരകൾ, മത്തൻ, കോളിഫ്ലവർ, ക്യാബേജ്, ഇഞ്ചി, അങ്ങനെ ഒരു വിദ്യാലയത്തിൽ ഉച്ചഭക്ഷണത്തിന് ഉൾപ്പെടുത്തേണ്ട ഏകദേശം എല്ലാ പച്ചക്കറികളും നമ്മുടെ കൃഷിത്തോട്ടത്തിലാണ് നമ്മൾ പരിപാലിച്ചു കൊണ്ടുവന്നത്. മാർച്ച് മാസമായപ്പോൾ ഇനിയിപ്പോൾ ചീര മാത്രമാണ് ബാക്കിയുള്ളത്. ഇത് ഈ മാസത്തേക്കുള്ള നമ്മുടെ ഉച്ചഭക്ഷണത്തിൻ്റെ ഒരു വിഭവമാണ്. മറ്റൊരു സ്കൂളിനും അവകാശപ്പെടാനില്ലാത്ത ഇത്രയും ഹരിതാപമായ ചുറ്റുപാട്, കളിസ്ഥലം, അതിമനോഹരമായ കെട്ടിടങ്ങൾ, വിവിധ ടാലൻറ്റ് ലാബുകൾ, പലതരം കായിക പരിശീലനങ്ങൾ നൽകുന്ന സംഗീതം അല്ലെങ്കിൽ മ്യൂസിക്, ചെസ്സ്, ക്രിക്കറ്റ്, തായ്ക്കൊണ്ട, കരാട്ടെ, ഇങ്ങനെ എല്ലാ കായിക വിനോദങ്ങളും ഈ കുട്ടികൾക്ക് ഇവിടുന്ന് പരിശീലനം ലഭിക്കുന്നുണ്ട്. സ്കൂളിലെ രക്ഷിതാക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന ഭൂമുഖ വായന, കുട്ടികൾക്കായുള്ള പുസ്തക ഇടനാഴി, നഴ്സറി കുട്ടികൾക്കുള്ള AC ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളെല്ലാം ചേർന്ന ആക്ടിവിറ്റി റൂം, ഇതെല്ലാം ഞങ്ങളുടെ സ്കൂളിൻ്റെ മാത്രം പ്രത്യേകതയാണ്. സ്കൂളിലെ പ്രവർത്തനങ്ങൾക്ക് രക്ഷകർത്താക്കളോടൊപ്പം സജീവ സാന്നിധ്യമായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും സ്കൂൾ കൃഷിയിടം നനയ്ക്കാനും കൃഷിയിടം വിളവെടുക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ രക്ഷകർത്താക്കൾക്കോടൊപ്പം സ്കൂൾ PTA സജീവ സാന്നിധ്യമുണ്ട്. അതോടൊപ്പം തന്നെ മികച്ച അധ്യാപകരും വളരെ സ്നേഹം ഉള്ള കുട്ടികളുമാണ് നമ്മുടെ സ്കൂളിലുള്ളത്. നമ്മളെ സ്കൂളിൽ ഫിൻലാൻഡിൽ നിന്ന് തന്നെ ഒരു സന്ദർശനം, ഗവൺമെൻറ് ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ട്.
പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികൾ എപ്പോഴും ഇങ്ങനെയുള്ള കരാട്ടെ പോലുള്ള കലകൾ പഠിക്കണമെന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിന്റെ കൂടെ ആവശ്യമാണ്. കരാട്ടെ എന്തൊക്കെയാ പഠിച്ചത്? സൈഡ് കിക്ക്. സൈഡ് കിക്ക് പഠിച്ചു. ആണോ? ഒന്ന് കിക്ക് ചെയ്ത് കാണിക്കോ? എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഒരു കരാട്ടെ കിക്ക് കാണാം. യെസ്. കയ്യടിക്കടോ. കണ്ടോ? കരാട്ടെ കിക്ക്. വേറെന്താ പഠിച്ചേ? അപ്പർ പഞ്ച്. അപ്പർ പഞ്ചാണ് കേട്ടോ. അതായത് ഏതിന് മുകളിലേക്കാ? ചെസ്റ്റിന് മുകളിലേക്കാണോ അതോ ഫേസിലാണോ? ഫേസ്. ഓക്കെ, അപ്പർ പഞ്ചാണ്. ഓക്കെ, കണ്ടോ? അപ്പൊ നമുക്ക് കരാട്ടെ പഠിക്കുന്ന എല്ലാരെയും ഒന്ന് നിർത്തിയിട്ടൊന്ന് നോക്കിയാലോ? പിന്നെ വാ, അടിപൊളി. ഇനി അടുത്തത്. ഓക്കെ, അടുത്തതോ? സൈഡ് കിക്ക്. ഓക്കെ, സൂപ്പർ. ഇനി അടുത്തതോ? റൗണ്ട് കിക്ക്. അത് മിക്കവാറും ഇവിടെ മൊത്തം വീഴും ആൾക്കാർ. റൗണ്ട് കിക്ക് ആണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? ജയം റെഡി? സൂപ്പർ. കൈയടിച്ച എല്ലാരും ഒന്ന്. എത്ര നേരം അങ്ങനെ ഇരിക്കാൻ പറ്റും? എത്ര നേരം ഇരിക്കാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റൂല. ആണോ? ഇത് എത്ര വർഷമായിട്ട് കരാട്ടെ പഠിക്കുന്നു? 3 കൊല്ലം. 3 കൊല്ലമായിട്ട് പഠിക്കുന്നു. അപ്പൊ എന്ത് ബെൽറ്റ് ഇപ്പോ? ബ്രൗൺ മോസ്റ്റ് സീനിയർ. ബ്രൗൺ മോസ്റ്റ് സീനിയർ. അടുത്ത ബെൽറ്റ് ഏതാ? ബ്ലാക്ക്. ഓ, ബ്ലാക്ക് ബെൽറ്റ്. അടിപൊളി. അപ്പൊ അതിന് എത്ര സമയം വേണം ഇനി ചെയ്യാനായിട്ട്? എത്ര മാസം, എത്ര വർഷം? മാർച്ച് 30 ആണ് അടുത്ത ബെൽറ്റ് ടെസ്റ്റ്. അടുത്ത ബെൽറ്റ് ടെസ്റ്റിന് പോകാൻ ഒരുങ്ങാണ്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ഗേൾസ് കരാട്ടെ ആണെങ്കിൽ ബോയ്സ് എന്താണ്? ടൈക്കോണ്ടോ ആണ്. നമ്മൾ ഇനി കാണാൻ പോകുന്ന അവരുടെ പ്രകടനമാണ്. ഓക്കെ, റെഡി? ഓ, സൂപ്പർ. കൈയടിക്കണോ? പിന്നെയോ? അടുത്തയാള്. അടിപൊളി. സൂപ്പർ. അത് കൊള്ളാലോ. അത് അടിപൊളി. ഓ, അവിടെ ഒരു കിക്കുണ്ട് കേട്ടോ. പറഞ്ഞൊരു കിക്കുണ്ട്. റൂമിൽ കണ്ടായിരുന്നോ? എപ്പിസോഡിലൊന്നും തീർക്കാൻ പറ്റുന്നതല്ല. ഒരു 4ാം ക്ലാസ് കഴിയുന്ന കുട്ടിക്ക്, 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തൊക്കെ കൊടുക്കാമോ അതെല്ലാം ഈ സ്കൂൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗവൺമെന്റ് മോഡൽ സ്കൂളിന്റെ LPSന്റെ പ്രത്യേകത. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് പാഠം 4 ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ കൂടുതൽ കുട്ടികളുമായി, പുതിയ കുട്ടികളുമായി വീണ്ടും കാണാം. നമസ്കാരം. പാഠം 4 നിങ്ങളുടെ സ്കൂളിലേക്കും വരും. സ്പെഷ്യൽ ഒക്കേഷൻസ് ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 6304923349.